ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആനന്ദ് ലൈഫ് ലോങ് ലിഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യം നിലനിർത്തുന്നതിനും ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിനും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിന് പല ആൾക്കാർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പലർക്കും മടിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ പറയുന്ന ജീവിതത്തിലെ കുടുംബത്തിലെ സാഹചര്യങ്ങളാവാം, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവാം, അതുമല്ലെങ്കിൽ ജിമ്മിനെ കുറിച്ചുള്ള മറ്റു ചില മിഥ്യാധാരണകളാവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിന് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം പറയുന്നത്, എനിക്ക് ഇങ്ങനെ സമയമില്ല, രാവിലെ ജോലിക്ക് പോകണം, ഞാൻ ശ്രദ്ധയ്ക്കാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഈ രാവിലെ ഞാനും ജോലിക്ക് പോകുന്ന ഒരാളാണ്, അതവിടെ നിൽക്കട്ടെ. രാവിലെ ജോലിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 8 മണിക്കായിരിക്കും പോവുക. ഈ 8 മണിക്ക് ജോലിക്ക് പോകുന്ന ആൾ വേണമെങ്കിൽ അയാൾക്ക് 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് 1 മണിക്കൂർ സുഖമായിട്ട് അടുത്ത ഏതെങ്കിലും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ക്യൂസായിട്ട് നമുക്ക് കൂട്ടാൻ പാടില്ല. അപ്പോൾ അതായിക്കോട്ടെ, അയാൾക്ക് ഒരുപക്ഷെ 6 മണിക്കോ 5 മണിക്കോ ജോലിക്ക് പോകേണ്ട ഒരാളാണെങ്കിൽ അയാൾ ജോലിക്ക് പോയിട്ട് 7 മണിക്കാണ് വീട്ടിലെത്തുന്നതെങ്കിൽ അയാൾക്ക് 8 മണിക്ക് പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനേ ഉള്ളൂ. വേണമെങ്കിൽ അയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 8 മണിക്ക് പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് എനിക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസായിട്ട് കണക്കാക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇന്ന് തന്നെ അതിന് നിങ്ങൾ റെഡിയാവുക. അടുത്ത ദിവസം നിങ്ങൾ ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുക. പിന്നെ അതിന് ന്യൂ ഇയർ വരട്ടെ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രാക്ക് സ്യൂട്ട് മേടിക്കണമെന്നോ ഷൂ മേടിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു എക്സ്ക്യൂസ് നിങ്ങൾ പാടില്ല. അതുകൂടാതെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിന് ഒരാളെ കൂടെ കൂട്ടി പോകാനായിട്ടുള്ള ശ്രമം നടത്താൻ പാടില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾ കൂട്ടിന് വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്ക് മടിയുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ പോവില്ല. മടിയെന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മുടെ മനുഷ്യന്മാർക്കുള്ള ഒരു ബേസിക്കായിട്ടുള്ള ഒരു നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരാൾ വന്നില്ലെങ്കിൽ നമ്മളും അതോടെ പെട്ടെന്ന് മടിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ജിമ്മിൽ പോകാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോവുക. അവിടെ നല്ല ട്രെയിനർമാരുണ്ടാവും, അവർ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം തരും, അവിടെ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് സുഗമമായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് കൂട്ട് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ജിമ്മിൽ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മ് എന്ന് പറയുന്നത് എന്തോ അവിടെ കുറേയധികം ആൾക്കാർ പോയി വർക്കൗട്ട് ചെയ്ത് മസിൽ പെരുപ്പിച്ച് ഈ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ പോലുള്ള കാര്യങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. കുറച്ച് പേർക്ക് ഇങ്ങനെ അത്തരത്തിലുള്ള ധാരണ ഉള്ളതുകൊണ്ട് പല ആൾക്കാരും അങ്ങനെ ഒരു മടി. ആ ജിമ്മെന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥാപനമാണെന്നൊരു തോന്നലുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെയൊന്നും കരുതാൻ പാടില്ല. ജിമ്മ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റ്നസ് നിലനിർത്തുന്ന കേന്ദ്രങ്ങൾ മാത്രമാണ്. അവിടെ ഈ പറയുന്ന പോലെ ബോഡി ബിൽഡിങ്ങിനും ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുകയും അതൊരു പ്രത്യേക പാറ്റേണിൽ തന്നെയാണ് അത്തരത്തിലുള്ളവർക്ക് വർക്കൗട്ട് ചെയ്തത്. അതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്താണ് അവർ ചെയ്യുന്നത്. അത് വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. പ്രധാനമായിട്ടും ജിംനേഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് സെൻ്ററുകൾ തന്നെയാണ്. നമ്മൾ അത്തരത്തിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ജിംനേഷ്യത്തിൽ പോകേണ്ടത്. പിന്നെ നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ 5 വർഷം ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ 10 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവാം. അവരുടെയൊക്കെ ശരീരവും ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ മസിലുകളും മസ്കുലർ ബോഡിയൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ എനിക്കും ഇതൊക്കെ ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടെ കാണുന്ന മെഷീനിലും അല്ലെങ്കിൽ വെയിറ്റുകളും ഒക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇഞ്ചുറീസും അതുപോലെ തന്നെ നമ്മുടെ മസിൽ ബ്രേക്കും ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ നമുക്ക് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും ജിമ്മിൽ പോയി ആവേശം മൂത്ത് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അവിടുത്തെ ട്രെയിനർമാർ പറയുന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് അവർ തരുന്ന ട്രെയിനിങ് കൃത്യമായി പാലിച്ച് വേണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 30 വയസ്സിന് മുകളിൽ ഒരു 10-35 വയസ്സിന് ശേഷമാണ് നമ്മൾ ജിമ്മിൽ പോകുന്നതെങ്കിൽ അവർ ഒരു ബോഡി ചെക്കപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് പോകുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ചുള്ള ഒരു വർക്കൗട്ട് പാറ്റേൺ നിങ്ങൾക്ക് അവർക്ക് ട്രെയിനർക്ക് തരാൻ കഴിയും. അപ്പോൾ അതൊരു കാര്യമാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് അവരുടെ ആരോഗ്യവും ശരീര സൗന്ദര്യവും അതുവഴി സന്തോഷവും നിലനിർത്തി പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മാത്രമല്ല, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന കേവലം നമ്മുടെ ഈ പറയുന്ന ഫിറ്റ്നസ് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന് അത് ഒരുപാട് കാരണമാകുന്നുണ്ട്. കാരണം നമ്മൾ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസ് എല്ലാം തന്നെ
അതിൽ തന്നെ നമുക്ക് നല്ല സന്തോഷം തരുന്ന ഹോർമോൺസ് ഉണ്ട്. അതുവഴി നമ്മുടെ ഒരു ദിവസം മുഴുക്കെ നമ്മൾ ഊർജ്ജസ്വലരായിരിക്കുന്നു. അത് നമ്മുടെ ജോലിയെ ബാധിക്കും, അല്ലെങ്കിൽ ജോലിക്ക് അത് ഗുണം ചെയ്യും. നമ്മുടെ മറ്റുള്ള ആൾക്കാരുടെ ഇടപെടുന്ന നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഒക്കെ ഒരുപാട് ബെനിഫിറ്റ് അല്ലാതെ ഒരു തരത്തിലുള്ള നെഗറ്റീവ്സും ഈ പറയുന്ന നിങ്ങൾ ജിമ്മിൽ പോകുന്ന വഴി ഉണ്ടാവില്ല. നിങ്ങൾക്ക് മൊത്തത്തിൽ ജീവിതത്തിൽ ഗുണമല്ലാതെ ഒരു ദോഷവും ഉണ്ടാവില്ല. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഇന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ പോയി ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി അടുത്ത ദിവസം തന്നെ ആരംഭിക്കുക. ഇനിയും ജിമ്മിനെക്കുറിച്ചും അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ്, ഡയറ്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്കൊക്കെ ഓരോ സംശയം ഉണ്ടാകും. വരും ദിവസങ്ങളിലെ വീഡിയോസിൽ ഞാൻ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.